പ്രിയപ്പെട്ട നാട്ടുകാരെ, നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത. സുപ്രസിദ്ധ ഗുസ്തിയാശാൻ മിസ്റ്റർ പോഞ്ഞിക്കരയും മലയാള സിനിമയിലെ യുവനടൻ മിസ്റ്റർ ടൊവിനോയും തമ്മിൽ സൂപ്പർ നൈറ്റിന്റെ വേദിയിൽ ഇതാ ഒരു വൻപിച്ച ഗുസ്തി മത്സരം. ഈ ഗുസ്തി മത്സരം കാണുവാൻ ഇന്നാട്ടിലെ എല്ലാവരെയും ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഹലോ 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 ഹലോ. ഓക്കെ ഇതാണോ ആള്? ഇതാണ് എന്താ സംഭവം? എന്താണ് ഗുസ്തി ഗുസ്തി പോഞ്ഞിക്കര? ഇതൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ വരുമ്പോ ഇതൊന്നും പറഞ്ഞിരുന്നില്ല. പറഞ്ഞെങ്കിൽ നിങ്ങൾ ഓടിക്കളയൂല്ലേ ഞാൻ വരുന്നറിഞ്ഞ? അതങ്ങനെ മുൻകൂട്ടി പറയില്ല. ഇത് എല്ലാ ദിവസവും ഞാൻ ഇങ്ങനെ ഗുസ്തി അടിച്ചു പൊളിക്കുന്ന ഒരാളാണല്ലോ. ഒരു 10-20 എല്ലാ ദിവസം അടിച്ചു താഴെ ഇടും. ഇത് പറയാതെ വന്നു കഴിഞ്ഞാല് എനിക്കൊരുപാട് ഗുണം ചെയ്യും. അതെങ്ങനെയാണ്? രാവിലെ എത്ര പേരെ, ഉച്ചയ്ക്ക് അങ്ങനെയാണോ? രാവിലെ അങ്ങനെയൊന്നുമില്ല. തരം കിട്ടുന്നവരെ അടിച്ച് ഞാൻ താഴെ ഇടുക. ഗുസ്തി അതാണല്ലോ. പിന്നെ ഇതെന്ന് പറയുമ്പോ ഒരു സസ്പെൻസ് ആയിക്കോട്ടെ എന്ന് കരുതി. അല്ല, ഒരുപാട് പേരുണ്ടല്ലോ, എന്തിനാ പുള്ളി തിരക്കി തന്നെ വന്നത്? ഇത് ഒരുപാട് പേരെ അടിച്ച് താഴെ ഇടുന്ന പോലെ അല്ല. ഇത് എനിക്കൊരു സ്റ്റാറ്റസ് അല്ലേ. പ്രശസ്തനായ സിനിമാ താരം ടൊവിനോനെ പോഞ്ഞിക്കര ആശാൻ അടിച്ച് താഴെ ഇട്ടു. ഇത് നാളത്തെ പത്രത്തിൽ വരും. താഴെ ഇട്ടാൽ വാർത്തയ്ക്ക് വരുമായിരിക്കും. പത്രത്തിൽ വരും. ഇടുവല്ലോ. കാര്യം പറയുമ്പോൾ നമുക്ക് തുടങ്ങാം. പോഞ്ഞിക്കര ആശാനെ ഓക്കെ. നിങ്ങൾ രണ്ടുപേരാണോ ഒരാളെ അടിക്കാൻ പോണേ? ഇല്ല. അല്ല, ഞാൻ വിശഗ്വരനാണ്. വിശ്വംബരൻ എന്നൊക്കെ ആരെങ്കിലും പേരിടോ? ഗുസ്തിക്കാരനാക്കി. വിശംബരനല്ല, ഞാൻ അപ്പോത്തിക്കിരി. അയ്യേ, നല്ല കളിയാട്ടോ. അപ്പോത്തിക്കിരി. നല്ല കളി. ഞാനേ വൈദ്യനാണ്. ഞാൻ ഇംഗ്ലീഷ് പദങ്ങൾ ഉപയോഗിക്കാറില്ല. അങ്ങനെ മലയാളിവൽക്കരിച്ച് പറഞ്ഞതാണ്. വളരെ ഫേമസ് ആയ വൈദ്യൻ. വൈദ്യൻ എന്തിനാണ് ഇവിടെ? വൈദ്യൻ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഞാൻ ഗോതയിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ എന്തെങ്കിലുമായിട്ട് ചെറിയ ചെറിയ ആക്സിഡന്റുകൾ എനിക്ക് പറ്റും. അങ്ങനെ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് സ്ട്രെച്ചർ എടുത്തുകൊണ്ട് പോകേണ്ട കാര്യമില്ല. ഇതാകുമ്പോ ഓൾറെഡി ആ വൈദ്യൻ ഉണ്ടല്ലോ. ആംബുലൻസ് ഒക്കെ കൂടെ കൊണ്ടുവരുന്നൂടെ? നല്ലതല്ലേ? ഉണ്ട്. ഇങ്ങനെ നിങ്ങളെയൊക്കെ കൊണ്ടുപോകണ്ടേ? അല്ല, ഒരു ഗുസ്തിക്കാരന്റെ പ്രത്യേകത എന്താണ്? പ്രത്യേകത ഈ ഗുസ്തി എന്ന് പറയുന്നത് ഒരു ധ്യാനമാണ്. നമ്മൾ ഒരുപാട് തപസ് ചെയ്ത് മേടിക്കുന്ന ഒരു സംഭവം പോലെയാണിത്. വരം കിട്ടുന്ന പോലെയാണ് ഗുസ്തി. ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ജനങ്ങൾ കാണാത്തതെല്ലാം കാണാൻ പറ്റും. ഒരു സംഭവം. എന്തൊക്കെയാണ്? നിങ്ങൾ പൊന്നിച്ചയെ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ കണ്ടിട്ടുണ്ട്. എങ്ങനെയാ? നമ്മൾ സാധാരണ ഇടി വെക്കുമ്പോൾ ആരെങ്കിലും നമ്മൾ ഈ കറുത്തിൽ അടിക്കുമെന്ന് പറഞ്ഞ് ഇവിടെ ഇങ്ങനെ തടുക്കാൻ നിൽക്കുമ്പോൾ ഇപ്പഴേ കൂടെ വന്ന് ഇവിടെ തരും. അപ്പൊ ഇതിലേ കൂടെ ഈ സാധനം ഇങ്ങനെ പോകും. പൊന്നീച്ച അത് നമുക്ക് ജുവലറിലൊന്നും ചെന്നാൽ കിട്ടൂല. അത് മേടിച്ച് തന്നെ കാണും. പൊന്നീച്ച മാത്രമല്ല, നക്ഷത്രം, ഓളം എല്ലാം കാണാറുണ്ട്. പറ വൈദ്യരെ വരാൻ പറ. ദൈവം ചെയ്ത് എന്റെ ആശാനെ വിട്ടൊന്ന് ഗുസ്തി കൂടണം. തോക്കും, എന്നാലും ഒന്ന് ട്രൈ ചെയ്യാം. ഒന്ന് വെല്ലുവിളി ആശാനെ. ആശാനെ വെല്ലുവിളി. പ്രശസ്ത സിനിമാതരം ടൊവിനോയുമായിട്ടുള്ള ഗുസ്തി മത്സരം പോഞ്ഞിക്കര ആശാൻ ആരംഭിക്കാൻ പോവുകയാണ്. അവന് ധൈര്യമില്ല, പുറകോട്ട് മാറി നിൽക്കുന്നു. പക്ഷെ ഇതെനിക്കൊരു വിഷയമല്ല. എന്നാലും ചേട്ടാ ഈ ഗുസ്തി എന്നൊക്കെ പറയുമ്പോഴേ അതിന്റെ അടിച്ചു വെക്കട്ടെ. എന്തിനാണ് ചേട്ടാ വെറുതെ? കൊണ്ടുപോയോ? തിരുമ്പ വാ. തിരുമ്പ നിന്നെ പിന്നെ എന്തിനാ എന്റെ കൂട്ടത്തിൽ കൊണ്ട് നടക്കണ? എന്നെ ചികിത്സിക്കണ. അതിനല്ലേ ഞാൻ നിന്റെ കൂട്ടത്തിൽ കൊണ്ട് നടക്കണം. ഞാൻ പറഞ്ഞല്ലേ, രണ്ടുപേരും ആംബുലൻസ്, അങ്ങനെ ഒരുപാട് പേര് വേണം ചേട്ടാ. ആംബുലൻസ് കേട്ടൂല പുള്ളിക്കാരനാ. ആണോ? അയ്യോ, ഇതാണ് ഡെയിലി പരിപാടി. മാനെ പറഞ്ഞിട്ട് ചെയ്യാൻ കേട്ടാ ഇതൊക്കെ. വേണ്ടെന്ന് 10,000 വട്ടം ഞാൻ പറഞ്ഞ. Home Masala. Vinodam Viral Tumbil. Download the app from Google Play Store.